നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ജന്മം നിനക്ക് കണ്ണിന് തോന്നില്ലടി. അത്രയ്ക്ക് പാപിയാ നീ. നിന്നെ കണി കണ്ടാത്ത ഞാൻ ദിവസം പോക്കാം. നശൂലം. മോളെ വന്ദനമ്മേ. അയ്യാ, അച്ഛൻ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ആ, വേലയും കൂലിയൊന്നും ഇല്ലാതായില്ലേ. എന്നെ ഇപ്പൊ ചിലരൊന്നും കാണാറേ ഇല്ല. അഥവാ കണ്ടാ തന്നെ കണ്ട ഭാവം നടിക്കാറുമില്ല. പ്രവൃത്തി ദോഷം. മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ആ, പറഞ്ഞാലും ശരിക്കും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ട്. ആ, മോളെന്താ അതിരാവിലെ വന്നത്? അല്ല, നിനക്കെന്തോ ഇഷ്ടക്കേടുണ്ടെന്ന് തോന്നുന്നല്ലോ. തോന്നുന്നുണ്ടോ? ഇഷ്ടക്കേടല്ലാതെ ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ? സന്തോഷം നിറഞ്ഞ മനസ്സോടെ ഇവിടെ കേറി വരാനുള്ള ഒരു സന്ദർഭമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെ. ആ, അത് ശരിയാ. ഇപ്പോഴെന്ത് പ്രശ്നമാണ് നിന്നെ ബാധിച്ചത്? ഒന്നും അറിയാത്തൊരു ശുദ്ധഗതിക്കാരൻ. അച്ഛനോട് പറഞ്ഞിട്ടൊന്നേ ഒരു കാര്യമില്ല. എവിടെ എന്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ? എല്ലാരും അങ്ങ് പുറപ്പെട്ടു പോയോ? ഓ, കണി കാണാൻ കൊള്ളാത്ത ഈ നശിച്ച കിളവിയത്തിന് കെട്ടിയെടുത്തല്ലോ. ഓ, ചീവീട് ചലയ്ക്കുന്ന പോലെ ചലപല എന്നുള്ള ചെലപ്പ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വസന്ത വരവറിയിച്ചിട്ടുണ്ടെന്ന്. എന്നാലേ കണക്കായി പോയി. തള്ളേ മാത്രമല്ല ഇവിടുള്ള എല്ലാരെയും വന്നട അറിയിക്കുക ഈ വസന്ത. തള്ളേ, ഒരു പെണ്ണിന്റെ കല്യാണം മുതല് പ്രസവം കഴിഞ്ഞ് 28 കെട്ട് വരെയുള്ള കാര്യങ്ങള് ഗുണദോഷമായിട്ട് നാഴികയ്ക്ക് 40 വട്ടം വിളമ്പുന്ന ആളായിരുന്നല്ലോ. ആ തള്ളയുടെ മുമ്പ് വെച്ചല്ലേ ഈ മഹാപാപം ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു പെണ്ണിന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഈ വീട്ടില്. ഇതെന്താ ജയിലോ? ഇവള് മനഃപൂർവ്വം ചെയ്തതാ. ദൈവമായിട്ട് കൊടുത്ത സന്തതിയെ കൊന്നു മുടിച്ചവളാ. ഏതെണ്ണം കെട്ട മൂദേവി. വന്ദനമ്മേ, നമുക്ക് പോവാം. വിളിച്ചോട്ട് പോടി നിന്റെ ഈ വളർത്തു പിള്ളേ. വസന്തേ, മതി. ഈ പ്രശ്നത്തെ ചൊല്ലി അത്യാവശ്യത്തിനുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ലല്ലോ. വന്നത് വന്നു. ഇനി എല്ലാ ദുഃഖങ്ങളും സഹിച്ച് സമാധാനായിട്ട് ഇരിക്കാ വേണ്ടത്. എന്നാലേ അങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് 2 പെൺമക്കളാ. ഗർഭം കലക്കുന്ന പാരമ്പര്യമുള്ള കുടുംബത്തിലെ കുട്ടികളാണെന്ന് അറിഞ്ഞാലേ അവരെ ആരെങ്കിലും കൈയേക്കുവോന്ന്. ഇവളെ പോലെ മുച്ചി മുതുക്കായിട്ട് നിക്കേയുള്ളൂ. ആ സങ്കടം ദണ്ണം ഉണ്ടമ്മ എനിക്ക്. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിരിക്കും, പറഞ്ഞിട്ടേ പോവൂ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ചേച്ചി. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എന്നും എപ്പോഴും അമ്മ വന്ദനേച്ചിയുടെ കൂടെ തന്നെയാ. ഗർഭിണിയായി പോയ ഞാനാ കുറ്റക്കാരിയും തെറ്റുകാരിയും ഒക്കെ. ഞാനെല്ലാം സഹിച്ചോളാം. വന്ദനേച്ചി തന്നെ വിജയിക്കട്ടെ. അയ്യോ, കണ്ടിട്ട് അവള് പൂക്കണ്ണീര് പൊഴിക്കുന്നത്. ഈ ജന്മം നിനക്ക് കണ്ണിന് തോന്നില്ലടി. അത്രയ്ക്ക് പാപിയാ നീ. നിന്നെ കണി കണ്ടാത്ത ഞാൻ ദിവസം പോക്കാം. നശൂലം. മോളെ, വന്ദനമ്മേ. അയ്യാ,
അമ്മയുടെ സ്ഥാനം നൽകി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ചേച്ചി തന്നെ എന്നോട് ഈ ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇല്ലേ? ഹ്, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേടാ വന്ദന ആരാണെന്ന്. അവള് കൊള്ളരുതാത്തവളാണ്, കുടുംബദ്രോഹിയാണെന്നൊക്കെ വേണ്ട സമയത്ത് ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ. ഹ, അപ്പൊ വന്ദനയുടെ ഭാഗം ചേർന്ന് കൈയടിച്ചവനല്ലേടാ നീ. ഹ്, ഇപ്പൊ അവളുടെ തനി കൊണം നിനക്ക് മനസ്സിലായല്ലോ. അനുഭവിച്ചോ, നീയൊക്കെ അനുഭവിക്കണം. നമ്മളെല്ലാവരും കൂടി അനുഭവിക്കേണ്ട പണം മുഴുവനും പറ്റിച്ചു വാങ്ങി പുട്ടടിച്ച് തീർത്തവനവൻ. പ്രകാശേട്ടാ വേണ്ട, ആരുടെയും ഗുണവും ദോഷമൊന്നും നമ്മൾ പറയണ്ട. ഒരു കൂട്ടുകുടുംബമായി എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. വാടക വീട്ടിലേക്ക് മാറണമെന്ന പ്രകാശേട്ടന്റെ തീരുമാനത്തെ വിലക്കിയത് ഞാനാ. ഇനി ഇവിടെ അധികകാലം ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സ്വന്തമായി ഒരു വീട് വെച്ച് മാറാനുള്ള പണമൊക്കെ പ്രകാശേട്ടന്റെ കയ്യിലുണ്ടല്ലോ. നമുക്കുടനെ ആ വഴി തന്നെ നോക്കാം. ഈ കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി അവനവന്റെ പാടും നോക്കി പോവാം. ഇവിടെ താമസിക്കുന്നവർക്കെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ. അയ്യോ നിക്കുന്നേ, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. വിശന്നിട്ടാക്കി കുടല് കരിയുവാ. ഇവിടെ രാവിലെ എന്തുവടി ഉണ്ടാക്കിയത്? എന്താണെങ്കിലും വേണ്ടില്ല, വിശന്നിട്ട് വയ്യ. വാ നമുക്ക് പോയി നോക്കാം. വാ അവിടുന്ന്, അവന്റെ ഒരു കോപ്രായം. ഇനി എന്ത് കാണാൻ നിക്കാടാ? വാ. വെറുതെ വന്ന് നാക്കിട്ടടിച്ച് എല്ലാവരുടെയും മനസ്സൊന്ന് കലക്കി മറിക്കണം. എന്നിട്ട് മൂക്കുമുട്ട വെട്ടി വിഴുകി സ്ഥലം വിടണം. അതാണ് വസന്ത. ഇന്നത്തെ പതിവ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറെ നാളത്തേക്ക് പേടിക്കണ്ട മാധവ. അല്ലെങ്കിലും വസന്തയെ പോയൊരു മോള് നമുക്കിപ്പോ ആവശ്യമാണമ്മേ. കുത്തുവാക്ക് കേൾക്കാനാണോ? അതിനവള് പറയുന്നൊന്നും കുത്തുവാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നില്ലല്ലോ. മനസ്സാകെ മരവിച്ചിരിക്കയല്ലേ. പിന്നെന്താ വസന്തയെ കൊണ്ടൊരു ഗുണം? അവള് വന്നു പോകുന്നവരെ വീടിന് ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.